പുലിക്കുട്ടി ഗ്ലാസ് പെയിൻറ്റിങ് പാർട്ട് 2ലേക്ക് സ്വാഗതം. ഇതിന് മുന്നേ ഞാൻ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കളറിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ഔട്ട്ലൈൻ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ബ്ലാക്കും നമ്മൾ ഇട്ടുന്ന കളറും മിക്സ് ആയിപ്പോൾ. ഇപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വരച്ച മിന്നാമിന്നിയുടെ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്, മാറ്റിയിട്ടില്ല. കാരണം കളറ് പെട്ടെന്ന് മാറിപ്പോകാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പം ഇനി പുലിക്കുട്ടീൻ്റെ മുഖത്തും തുടങ്ങാം. അപ്പോൾ നമ്മൾ യെല്ലോ കളർ ഗ്ലാസ് പെയിൻറ്റ് ഈ ഒരു വൈറ്റ് പോർഷൻ ഒഴിച്ച് മൊത്തം കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു വൈറ്റ് ഭാഗത്ത് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വൈറ്റ് അല്ല, എന്നാലും ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. ഫുൾ ട്രാൻസ്പെറൻ്റ് അല്ല. ഈ യെല്ലോയും ഈ ട്രാൻസ്പെറൻറ്റ് കളറും കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ബോർഡിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വൈറ്റ് കയറ്റിയിട്ട് മിക്സാക്കി നമുക്ക് ഇത് ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വൈറ്റ് പോർഷൻ മാത്രം. ഇത് ഈ HPTT ഇതിനകത്തുനിന്ന് മാറ്റി കഴിയുമ്പോൾ ഈ ഒരു ഇവിടെ ഭാഗം വൈറ്റ് അല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ട്രാൻസ്പെറൻ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ യെല്ലോ തന്നെ കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ട്രാൻസ്പെറൻറ്റും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ലൈറ്റാക്കി യെല്ലോ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആ ട്രാൻസ്പെറൻറ്റിൻ്റെ കൂടെ യെല്ലോ ഇത്തിരി ചേർത്തപ്പോൾ ഈ ലൈറ്റ് യെല്ലോ കിട്ടി. ഈ എയർ ബബിൾസൊക്കെ നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും സ്റ്റിക്ക് വെച്ച് കുത്തി കളയാം കേട്ടോ, പൊട്ടിച്ച് കളയാം. അപ്പോൾ ഇനി നമുക്ക് പിങ്ക് കളറാണ് ഉള്ളത്. ഈ ചെവിയിലാണ് ഇത്തിരി ഡാർക്കൊക്കെ ആയിട്ടുള്ള പിങ്ക് ഉള്ളത് കേട്ടോ. നമുക്ക് ഈ രണ്ട് ചെവിയിലും പിങ്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഡ്രസ്സിനും വായിനും മൂക്കിനും ചെവിയിൽ രണ്ടിടത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൂക്കിലും വായിലും ഡ്രസ്സിൽ ഇത്തിരി ലൈറ്റ് പിങ്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റും ഈ ഒരു പിങ്കും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലൈറ്റ് കളർ ഉണ്ടാക്കിയത്. ചെവിയിൽ ഡയറക്റ്റ് ആ പിങ്ക് തന്നെയാണ് ഒഴിച്ചത് കേട്ടോ. ഇനി നമുക്ക് ബ്രൗൺ ആണ് വേണ്ടത്. ഈ പുലിക്കുട്ടിയുടെ പാൻറ്റിൽ ബ്രൗൺ കളറാണ് കേട്ടോ. നമുക്ക് ബ്രൗൺ ഇത്തിരി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രൗൺ പാൻറ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഷൂസും ബ്ലാക്ക് ടയറും ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈക്കിളിന് റെഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എയർ ബബിൾസ് വരാണ്ട് കൊടുക്കാൻ നോക്കണേ. എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ എയർ ബബിൾസ് പൊട്ടും. അപ്പോൾ നമ്മൾ എയർ ബബിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഗ്യാപ്പ് കാണും കേട്ടോ അവിടെ. അതുകൊണ്ട് എയർ ബബിൾസ് മാക്സിമം ഒഴിവാക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിത് ഐസിൻ്റെ അവിടെ ബ്ലൂ കളറ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ കൊടുത്തത്. ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിൻ്റെ അകത്ത് ബ്ലാക്ക് കൊടുക്കണം. ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലാക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെയും കൊടുക്കാം. ഇനി മുഖത്ത് ഒരു വരി ഉണ്ടല്ലോ പുലിയുടെയൊക്കെ, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി ഞാൻ 3D പെൻ വെച്ച് ചെയ്തിട്ടുണ്ട്, ഫില്ലാക്കി. ഇനിയിപ്പോൾ സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 3D പെൻ വെച്ച് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാമായിരുന്നത്. ഇത് നമ്മൾ ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുലിക്കുട്ടി എല്ലാം ഓവറായിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഇനി കൊടുക്കാണ്ട് കയ്യിൽ. യെല്ലോ കൊടുത്തിട്ടുണ്ട് കയ്യിൽ. ഇത്തിരി ഒന്ന് പടർന്നിട്ടുണ്ട്, ആ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യെല്ലോയും ബ്ലാക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്ത് കയ്യിൽ കൊടുക്കണം. പിന്നെ ഈ പുൽക്കുട്ടി ഇരിക്കുന്ന സീറ്റിൽ നമുക്ക് ഇത്തിരി കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് തന്നെ കൊടുക്കാം. പിന്നെ ഈ പിടിക്കുന്ന സ്ഥലത്തും ബ്ലാക്ക് കൊടുക്കാം കേട്ടോ. ഹാൻഡിലില്ലേ അവിടെ. ഇപ്പോൾ എല്ലാ കളറും നമ്മളിതവിടെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് പീൽ ചെയ്യുന്നില്ല, കാരണം ഇത് എല്ലാ കളറോടും മിക്സ് ആകാൻ സാധ്യതയുണ്ട്, ഉണങ്ങിയിട്ടില്ല നന്നായിട്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോഴേക്കും എല്ലാം എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നോക്കാം കേട്ടോ. പേന വെച്ച് വേണമെങ്കിൽ ഇവിടെ എയർ ബബിൾസ് എല്ലാം കുത്തി കളയാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് എടുത്തിട്ട് കളഞ്ഞാലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.